സ്വാഗതം, വണക്കം, വെൽക്കം. ഈ വീഡിയോയിൽ മാധവൻ എന്ന പേരുള്ള എ ടെമ്പിൾ ഓഫ് തോട്ട്സ് എന്ന യൂട്യൂബ് സംഗമത്തിൽ പങ്കെടുക്കുന്ന ഒരു സുഹൃത്ത് കഴിഞ്ഞ ദിവസം ലെൻഡ് അല്ലെങ്കിൽ നോമ്പ് സംബന്ധമായ ചിന്തകളെ കേന്ദ്രീകരിച്ച് ഞാൻ ഇവരുമായി പങ്കിട്ട വീഡിയോയോട് പ്രതികരിച്ചത് എൻ്റെ ഉള്ളിൽ പ്രഭാതം പോലെ വെളിച്ചം തൂകിയത് കൊണ്ട് അത് നിങ്ങളുമായി എല്ലാവരുമായി പങ്കിടുകയും അപ്രകാരം മാധവൻ പ്രതികരിച്ചത് കൊണ്ട് എൻ്റെ മനസ്സിൽ ഉണർന്ന ചില ചിന്തകൾ ഒന്ന് പങ്കുവയ്ക്കുകയുമാണ് ഈ ഹ്രസ്വമായ വീഡിയോയുടെ ഉദ്ദേശം. ആമുഖത്തിന് അല്പം പോലും സമയം ഉപയോഗിക്കാതെ ഞാൻ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ, അദ്ദേഹം ഇംഗ്ലീഷിലാണ് എഴുതിയിരിക്കുന്നത്, ഞാൻ ഇംഗ്ലീഷിൽ തന്നെ വായിച്ച് അതിൻ്റെ അർത്ഥം മലയാളത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് ചില ചിന്തകൾ. അദ്ദേഹം എഴുതിയിരിക്കുന്നത് ഇപ്രകാരമാണ്: A deeply illuminating message, especially for major religions that ritualize Lent yet often embody its opposite. Across traditions, ritualism camouflages hollow spirituality. Though aimed at Christians with biblical imagery, your insights are profoundly secular and universal, amplified by refreshing secular literary wisdom. Seeing the real sacrament as feeding one another is beautiful. Jesus as bread from heaven and the Good Samaritan parable embody timeless, action-oriented spirituality, countering our community's desertification. എനിക്ക് ആദ്യമായി പറയാനുള്ളത്, ഞാൻ ഈ വാക്കുകൾ വായിച്ചപ്പോൾ സാഹിത്യം പഠിക്കാനായി ആജീവനാന്തം തത്രപ്പെട്ട ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് അദ്ദേഹത്തിൻ്റെ സ്റ്റൈൽ, എഴുതുന്ന വിധം, എഴുത്തിൽ കൂടെ തൻ്റെ ആശയങ്ങളെ അവതരിപ്പിക്കുന്ന വിധത്തിൻ്റെ മാധുര്യം, സൗന്ദര്യം നന്നായി ഇഷ്ടപ്പെട്ടു എന്ന് പറയാതിരിക്കാൻ ഒരു നിവൃത്തിയുമില്ല. ഇവിടെ എന്നെ പ്രത്യേകം ആകർഷിച്ച ഒരു കാര്യം, അദ്ദേഹം വളരെ സ്ഫുടമായും അതേസമയം ഹ്രസ്വമായും താൻ അവതരിപ്പിക്കുന്ന അഭിപ്രായങ്ങളോട് 100% ബൗദ്ധികമായ നിയന്ത്രണം പ്രാപിച്ച ഇന്റലക്ച്വൽ കൺട്രോൾ ഓവർ വാട്ട് ഹി വാണ്ട്സ് ടു സേ, ആ ഒരവസ്ഥയിലാണ് ഈ വാക്കുകൾ, ഏതാനും ചില വാചകങ്ങൾ അദ്ദേഹം നാം ഏവരുമായി പങ്കിട്ടിട്ടുള്ളത്. ഇംഗ്ലീഷിൽ ഒരു ചൊല്ലുണ്ട് എന്ന് ഏവർക്കും അറിയാം: ഒരുത്തൻ്റെ ശൈലി അവൻ്റെ വ്യക്തിത്വത്തിൻ്റെ മാഹാത്മ്യം അല്ലെങ്കിൽ മാറ്റ് വെളിപ്പെടുത്തുന്നു. സ്റ്റൈൽ ഈസ് ദ മാൻ, സ്റ്റൈൽ ഈസ് ദ മാൻ എന്ന് പറയും. പ്രസിദ്ധ ആംഗലേയ ചിന്തകനായിരുന്ന ഓൾഫ്രഡ് നോർത്ത് വൈറ്റ്ഹെഡ്, A.N. വൈറ്റ്ഹെഡ്, അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്തിൽ പറയുന്നത്, എഡ്യൂക്കേഷനെ പറ്റി, വിദ്യാഭ്യാസത്തെ പറ്റിയുള്ള അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ പറയുന്നത്, എ സെൻസ് ഓഫ് സ്റ്റൈൽ is the ultimate achievement of an educated mind. യഥാർത്ഥത്തിൽ മനസ്സിന് വിദ്യാഭ്യാസം ലഭിച്ചൊരു വ്യക്തിയുടെ ഏറ്റവും പരമമായ നേട്ടം, സമ്പാദ്യം, ഈ എഴുത്തിൽ കൂടെ മനോഹരമായി തന്നെ തൻ്റെ ആശയങ്ങളെ അവതരിപ്പിക്കാനുള്ള ചാതുര്യം കൈവരിക്കുക എന്നുള്ളതാണ്. പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ മനുഷ്യർ ഭാഷ ഉപയോഗിക്കുന്നതിൽ വളരെ അശ്രദ്ധ കാണിക്കുകയും ഭാഷയിൽ സംസ്കാരശൂന്യമായ വിധത്തിൽ പ്രയോഗങ്ങൾ കൂട്ടിച്ചേർക്കുകയും ഭാഷയുടെ ആധികാരികതയെ നശിപ്പിക്കുകയും അവിടെ നിന്നും ഇവിടെ നിന്നും കിട്ടുന്നതൊക്കെ പെറുക്കിയിട്ട്
മലയാളവും ഇംഗ്ലീഷും എല്ലാം ഒന്ന് കലർത്തി ഏത് ഭാഷയാണ് പറയുന്നത് എന്ന വിധത്തിൽ ആർക്കും ചിന്താക്കുഴപ്പം ഉണ്ടാക്കാവുന്ന തരത്തിലാണ് ആളുകൾക്ക് സംസാരിക്കുന്നത്. ഒരിക്കൽ പ്രസിദ്ധ എഴുത്തുകാരിയായ സെറ ജോസഫിനോട് ഞാൻ സംസാരിച്ചപ്പോൾ ഈ വിഷയം അവരെന്നോട് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ച ഒരു ഉദാഹരണം ഇപ്പോൾ എൻ്റെ മനസ്സിൽ വരുന്നത് ഞാൻ നിങ്ങളോട് പറയട്ടെ. അപ്പോൾ സെറ ജോസഫിനോട് പറഞ്ഞത്, പണ്ടൊക്കെ ആണെങ്കിൽ പുരുഷന്മാർ പറയും എൻ്റെ പെണ്ണ് പെറ്റു എന്ന് പറയും. ഭാര്യ പ്രസവിച്ചെങ്കിൽ എൻ്റെ പെണ്ണ് പെറ്റു എന്നാണ് പണ്ട് പറഞ്ഞുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ ഭാര്യ പ്രസവിച്ചു എന്ന് പറയാൻ തുടങ്ങി. പിന്നെ ഇപ്പോൾ ആളുകൾ പറയുന്നത് എൻ്റെ വൈഫിന് ഡെലിവറി ആയി എന്നാണ്. അപ്പോൾ പെണ്ണ് പെറ്റു, ഭാര്യ പ്രസവിച്ചു, വൈഫിന് ഡെലിവറി ആയി. ഭാഷയ്ക്ക് വരുന്ന വൈകല്യം എന്താണ് എന്ന് നാം മനസ്സിലാക്കണമെന്ന് ഞാൻ പ്രത്യേകമായി താല്പര്യപ്പെടുന്നൊരു വ്യക്തിയാണ്. ഞാൻ ഭാഷയ്ക്ക് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന വ്യക്തി തന്നെയാണ്. എന്നാൽ ഭാഷകളിൽ വേണ്ടത്ര പ്രാവീണ്യം എനിക്ക് പ്രാപിക്കാൻ സാധിച്ചോ ഇല്ലയോ എന്നുള്ളത് മറ്റുള്ളവരാണ് വിലയിരുത്തുന്നത്. ഏതായാലും ഞാൻ സ്നേഹിക്കുന്ന, വിലമതിക്കുന്ന, എന്നാൽ മുഖപരിചയമില്ലാത്ത മാധവൻ എന്ന എൻ്റെ ഈ സുഹൃത്ത്, അദ്ദേഹം എഴുതി അവതരിപ്പിച്ച ആശയങ്ങളുടെ ഭാഷാപരമായ ചടുലത എന്നെ നന്നേ സന്തോഷിപ്പിച്ചു എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഉദാഹരണമായിട്ട് അദ്ദേഹം പറയുന്നത്, അക്രോസ് ട്രഡീഷൻസ് റിച്വലിസം കാമഫ്ലാഷസ് ഹോളോ സ്പിരിച്വാലിറ്റി. ഇത് ഞാൻ പണ്ട് തൊട്ടേ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആശയങ്ങളാണ്. ഏതാനും വാക്കുകളിൽ ഒരു വലിയ ആശയം അദ്ദേഹം അവതരിപ്പിക്കുകയാണ്. അക്രോസ് ട്രഡീഷൻസ്, എല്ലാ മത പാരമ്പര്യങ്ങളിലും അല്ലെങ്കിൽ മതപാരമ്പര്യങ്ങളുടെ വ്യത്യാസമെന്നേ എല്ലാ മതങ്ങളിലും ഈ ആചാരപരമായ കാര്യങ്ങൾ അതിൻ്റെ അത്തിയല കൊണ്ട് അല്ലെങ്കിൽ അതിൻ്റെ പരിവേഷം കൊണ്ട് ആത്മീയതയുടെ പീറത്തരം, പാപ്പരത്വം അല്ലെങ്കിൽ ഉൾശൂന്യത, ഹോളോനെസ്, ഇപ്പോൾ പതിരാണ് അല്ലെങ്കിൽ പേടാണ് ഉള്ള എങ്കിലും അതിനൊന്ന് മൂടി പിടിപ്പിച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ അവതരിപ്പിക്കാനായി ഉപയോഗിക്കുന്ന ഒരു പരിപാടിയാണ് ഈ റിച്വലിസം. ആചാരക്രമങ്ങൾ അതനുസരിച്ച് അങ്ങോട്ട് ചെയ്തു കഴിഞ്ഞാൽ ദൈവം പ്രീതിപ്പെടാതിരിക്കാൻ ഒരു മാർഗവുമില്ല എന്ന ഈ അടിസ്ഥാനരഹിതമായ, അർത്ഥശൂന്യമായ, മനുഷ്യന് വളരെയധികം നാശനഷ്ടങ്ങൾ വരുത്തുന്ന, മനുഷ്യൻ്റെ ആത്മീയമായ വളർച്ചയ്ക്ക് തടസ്സമായി നിൽക്കുന്ന ഈ ഒരു സങ്കല്പം, അത് അദ്ദേഹം പറയുന്നത് എത്രയോ വളരെ കൃത്യമായും കണക്ക് കൂട്ടിയും ഓരോ വാക്കും അതിൻ്റെ സ്ഥാനത്ത് പെറുക്കി വെച്ച് 3 വാക്കുകൾ ഉപയോഗിക്കേണ്ടിടത്ത് 3.5 വാക്കുകൾ ഉപയോഗിക്കാതെ, അതിനാണ് ഇൻ്റലക്ച്വൽ കൺട്രോൾ എന്ന് ഞാൻ പറയുന്നത്. അപ്പോൾ നാം അവതരിപ്പിക്കുന്ന ആശയങ്ങളുടെ മേൽ നമുക്ക് വേണ്ടതുപോലെ ബൗദ്ധികമായ നിയന്ത്രണമില്ലെങ്കിൽ നമ്മൾ അവിടെയും പോയി ഇവിടെയും പോയി അവിടെയും പോയി അതെങ്ങനെ പറഞ്ഞ് ഒപ്പിക്കണമെന്ന് അറിയാൻ വയ്യാതെ പടപ്പ് തല്ലി ഇങ്ങനെ പോകുന്ന ഒരു സാധ്യതയുണ്ട്. അപ്പം അതൊന്നുമില്ലാതെ അദ്ദേഹം നേരെ എന്താണ് പറയുന്നത്? അക്രോസ് ട്രഡീഷൻസ് റിച്വലിസം കാമഫ്ലാഷസ് ഹോളോ സ്പിരിച്വാലിറ്റി. അപ്പോൾ ഇനി അദ്ദേഹം പറയുന്ന വാക്കുകൾ, പറഞ്ഞിട്ടുള്ള ആശയങ്ങൾ ഞാൻ ഇതൊരു സ്റ്റൈലിനെ പറ്റിയാണ് പറഞ്ഞത്. നാം എല്ലാവരും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തണം. കാരണം നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ വില, വ്യക്തിത്വത്തിൻ്റെ മാറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കൂടെയാണ് മറ്റുള്ളവർക്ക് അനുഭവവേദ്യമായി തീരുന്നത് എന്ന പ്രാവർത്തികമായ പ്രമാണം ഏവരും ഒന്ന് ഓർത്തിരിക്കണം എന്ന സ്നേഹത്തിൻ്റെ ഭാഷയിൽ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. ഇനി അദ്ദേഹം പറയുന്ന ഓരോ ആശയങ്ങൾ നമുക്ക് പരിചയം. ഞാൻ പറയുന്നത് ഡീപ്ലി ഇല്യൂമിനേറ്റിംഗ് മെസ്സേജ്. ഇത് നാം മനസ്സിലാക്കേണ്ടത്, ലെൻറ്റ് അല്ലെങ്കിൽ നോമ്പ് എന്നുള്ളത് ക്രിസ്ത്യാനികളുടെ ആചാരമായിട്ടാണ് ഈ ദിവസങ്ങളിൽ ഞാൻ അവതരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത്. വേദപുസ്തകങ്ങളുടെ പരാമർശങ്ങളിൽ മാത്രം ഒതുങ്ങി നിന്നുകൊണ്ടാണ് ഞാൻ ചിന്തിക്കുകയും സംസാരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാലും മറ്റൊരു ആത്മീയ പാരമ്പര്യത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്ന് വരുന്ന മാധവന് ആ ആശയങ്ങൾ
തൻ്റെ അനുഭവങ്ങളോട് വളരെ അടുപ്പമുള്ളതായി തോന്നുന്നു എന്ന് പറഞ്ഞാൽ, ഞാൻ അവതരിപ്പിച്ച അല്ലെങ്കിൽ പങ്കിട്ട ആശയങ്ങൾ സാർവലൗകികമാണ്. അത് ചില ശ്രേണിയിൽപ്പെട്ട അല്ലെങ്കിൽ ചില കൂട്ടങ്ങളിൽപ്പെട്ട ആളുകൾക്ക് മാത്രം ഉദ്ദേശിച്ചിട്ടുള്ളതോ അവർക്ക് മാത്രം ദഹിക്കാവുന്നതോ ഗ്രഹിക്കാവുന്നതോ അല്ല. മനുഷ്യനാണെങ്കിൽ മനസ്സിലാക്കാനും മനസ്സിലാക്കുന്നതിൽ കൂടുതൽ പ്രയോജനപ്പെടുത്തുവാനും സാധ്യതയുള്ള ആശയങ്ങളാണ് അവതരിപ്പിക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് ഞാൻ വളരെയധികം വിലമതിക്കുന്നു. അതെന്നെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രോത്സാഹജനകമാണ് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അപ്പോൾ a deeply illuminating message, especially for major religions, the ritualized lend yet often embody its opposite. അപ്പോൾ അദ്ദേഹം പറയുന്നത് പ്രധാനപ്പെട്ട മതങ്ങൾ, ഹിന്ദു മതമാണെങ്കിലും ഇസ്ലാം മതമാണെങ്കിലും മറ്റ് മതങ്ങളാണെങ്കിലും അവയെല്ലാം അപ്പൊ അദ്ദേഹം പറയുന്ന എല്ലാ മതങ്ങളിലും ഈ പ്രശ്നമുണ്ട്. എവിടെ മതങ്ങളുണ്ടോ അവിടെയെല്ലാം ഈ പ്രശ്നമുണ്ട്. എന്താണ്? അവിടെ ലെൻഡ് എന്ന് പറയുന്ന ആശയമുണ്ട്, അല്ലെങ്കിൽ നോമ്പെന്ന് പറയുന്ന ആശയമുണ്ട്. അതെല്ലാ മതത്തിലുമുണ്ട്. പക്ഷേ ആശയം എന്താണോ അതിന് ഘടകവിരുദ്ധമായിട്ടാണ് അത് ആചരിക്കപ്പെടുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട, വളരെ വളരെ ശ്രദ്ധയർഹിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഞാൻ അനേക വീഡിയോകളിൽ വിശദീകരിച്ച് തന്നെ ഈ പ്രശ്നത്തെ ഞാൻ കൈകാര്യം ചെയ്തിട്ടുണ്ട്. കാരണം അത്രമാത്രം ശ്രദ്ധ അർഹിക്കുന്ന ഒരു തകർച്ചയാണ്, ഒരു വീഴ്ചയാണ് ഇത് എന്നതുകൊണ്ട് അദ്ദേഹവും മാധവനും ഇത് തിരിച്ചറിഞ്ഞതിൽ അദ്ദേഹത്തിൻ്റെ ആത്മീയമായ സെൻസിറ്റിവിറ്റി എന്താണ് എന്ന് എനിക്ക് മനസ്സിലാകുന്നു. പിന്നെ ഞാൻ മുമ്പ് പറഞ്ഞ കാര്യം, അക്രോസ് ഓൾ ട്രഡീഷൻസ് ritualism serves to camouflage spiritual hollowness or hollow spirituality. ഉള്ളിലൊന്നുമില്ല, എന്നാൽ ഉണ്ട് എന്ന് മറ്റുള്ളവരെ ധരിപ്പിക്കാൻ ഈ ആചാരക്രമങ്ങൾ അത് വളരെ കൃത്യമായും ഏറ്റവും മൂടി പിടിപ്പിച്ചും വളരെ ഭയഭക്തി നടിച്ചും അവതരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്ന ഈ ഒരു അർത്ഥശൂന്യമായ ഉൾക്കാമ്പില്ലാത്ത പതിരും പേടും പോലെയുള്ള അവസ്ഥ ആണ് ലോകത്തെമ്പാടുമെന്ന് അദ്ദേഹം തിരിച്ചറിയുന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു. അതേസമയം അതാണല്ലോ യാഥാർത്ഥ്യം എന്നോർത്ത് ദുഃഖിക്കുകയും ചെയ്യുന്നു. ഇനി അദ്ദേഹം പറയുന്നത്, though aimed at Christians with biblical imagery, your insights are profoundly secular and universal. ക്രിസ്ത്യാനികൾ അല്ലെങ്കിൽ ക്രിസ്തുമത വിശ്വാസികളെ ഉദ്ദേശിച്ചാണ് മുഖ്യമായും ഈ ചിന്തകൾ പങ്കിടുന്നത് എങ്കിലും താങ്കൾ പറയുന്ന കാര്യങ്ങൾക്ക് സാർവലൗകികമായ പ്രസക്തിയുണ്ട്. അതേത് മതത്തിലുള്ളവർക്കും സ്വീകാര്യമാകേണ്ടവയാണ്. സെക്യുലർ ആൻഡ് യൂണിവേഴ്സൽ. ഞാൻ സെക്യുലർ എന്ന വാക്കിന് പകരം ഫിലോസോഫിക്കൽ എന്ന വാക്കാണ് കുറച്ചുകൂടെ എൻ്റെ അവസ്ഥയെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമാകുന്നത് എന്നാണ് ഞാൻ കരുതുന്നതെങ്കിലും അദ്ദേഹം സെക്യുലർ എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം ഓഫ് ദിസ് വേൾഡ് എന്നാണ്. സെക്യുലറിൻ്റെ അർത്ഥം ഈ ലോകം, പരലോകം, ഈ ലോകം. അപ്പം ആ അർത്ഥത്തിൽ അദ്ദേഹം പറയുന്നത് ശരിയാണ്. പക്ഷേ താത്വികമായി വരുമ്പോൾ അല്ലെങ്കിൽ ഐഡിയോളജിക്കലായിട്ട് വരുമ്പോൾ സെക്യുലർ എന്ന് പറയുമ്പോൾ അതിന് വേറൊരു അർത്ഥം ഉള്ളത് കൊണ്ടാണ് ഞാൻ അവിടെ ഫിലോസോഫിക്കൽ എന്ന് പറയാൻ താല്പര്യപ്പെട്ടത്. യൂണിവേഴ്സൽ ആംപ്ലിഫൈഡ് ബൈ റിഫ്രഷിംഗ് സെക്യുലർ ലിറ്റററി വിസ്ഡം. അത് അദ്ദേഹം പറയുന്നത് ശരിയാണ്. ഞാൻ വേദപുസ്തകം വായിക്കുന്നത് പോലെ അതിൻ്റെ ആശയങ്ങൾ മനസ്സിലാക്കുന്നത് പോലെ തന്നെ അതിന് ബാഹ്യമായ കഴിഞ്ഞ നൂറ്റാണ്ടുകൾ, സഹസ്രാബ്ദങ്ങളായി മനുഷ്യൻ സത്യത്തെയും എന്താണ് പറയുന്നത് പരിജ്ഞാനത്തെയും അന്വേഷിച്ച് ജീവിത യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കാനെ നടത്തിയ വലിയ വലിയ അധ്വാനത്തിൻ്റെ, ക്ലേശത്തിൻ്റെ, തത്രപ്പാടിൻ്റെ സൽഫലങ്ങൾ ഏതെല്ലാം ഉറവിടത്തിൽ നിന്ന്, സ്രോതസ്സിൽ നിന്ന് പ്രാപിക്കാൻ സാധിക്കുമോ അവിടെ നിന്നൊക്കെയും പ്രാപിപ്പാനുള്ള വ്യഗ്രതയിൽ ഞാൻ ഊടാടി നടന്നവനാണ്. അതുകൊണ്ട് വേദപുസ്തകം വായിക്കുമ്പോൾ പ്രത്യേകിച്ച് യേശുവിൻ്റെ ഉത്ബോധനങ്ങൾ, പഠിപ്പീരുകൾ ഞാൻ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ കുറച്ചുകൂടെ ബൃഹത്തായ പശ്ചാത്തലത്തിൽ നിന്ന് ചില നേരിയ
അറിവിൻ്റെ രശ്മികൾ, റേസ് ഓഫ് ഇൻസൈറ്റ് ഞാൻ പ്രയോജനപ്പെടുത്താറുണ്ട് എന്ന് അദ്ദേഹം പറയുന്നത് തികച്ചും സത്യം തന്നെയാണ്. ഇത് അനാശാസ്യമാണ് എന്ന് വിശ്വസിക്കുന്ന ക്രിസ്ത്യാനികൾ വളരെ അധികമാണ്. വേദപുസ്തകത്തിനപ്പുറത്ത് ഒന്നുമില്ല ഉണ്ട് എന്ന് പറയുന്നവൻ ദൈവത്തോട് അവഹേളന കാണിക്കുന്നു, അല്ലെങ്കിൽ ദൈവ വെളിപ്പെടുത്തിയ സത്യങ്ങളെ കൊച്ചാക്കുന്നു എന്നൊക്കെ വിചാരിക്കുന്നവരുണ്ട്. ഞാൻ ആ കൂട്ടത്തിൽപ്പെടുന്നവരല്ല എന്നിതിനോടകം ഇവർക്ക് മനസ്സിലായി കാണും. ഞാൻ ആത്മാർത്ഥമായി വിശ്വസിക്കുന്ന മനുഷ്യൻ്റെ ഉള്ളിൽ സത്യം അറിയുവാനുള്ള ദാഹം നിക്ഷേപിച്ചത് സൃഷ്ടികർത്താവായ ദൈവമാണ്. അതുകൊണ്ട് എവിടെയല്ല ഏതെല്ലാം സമൂഹത്തിൽ, ഏതെല്ലാം കാലഘട്ടത്തിൽ മനുഷ്യൻ്റെ ഉള്ളിൽ സത്യം അറിയാനുള്ള ദാഹം പ്രവർത്തിച്ചിട്ടുണ്ടോ, ആ അവസരങ്ങളിലെല്ലാം ദൈവമാണ്, അല്ലെങ്കിൽ ദൈവികമായ മർമ്മമാണ് അങ്ങനെ പ്രവർത്തിക്കാനിടയായത്. ആ പ്രവൃത്തിയിൽ കൂടെ ഉരുത്തിരിഞ്ഞു വന്ന എല്ലാ തിരിച്ചറിവുകളും മനുഷ്യജാതിക്ക് അനുഗ്രഹമാണ്. അവയെ കൊച്ചാക്കുന്നതിൽ യാതൊരു ആത്മീയതയുമില്ല എന്ന് ഞാൻ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. പ്ലേറ്റോയിലും അരിസ്റ്റോട്ടലിലും പ്ലോട്ടൈനസിലും സെനഫോണിലും ഒക്കെ ഞാൻ, അതുപോലെ തന്നെ നമുക്കറിയാം സ്റ്റോയിക് ഫിലോസഫേഴ്സിൽ പലരും, അത് ഗ്രീക്ക് കോണ്ടെക്സ്റ്റിലാണെന്നാണെങ്കിലും റോമൻ കോണ്ടെക്സ്റ്റിൽ നിന്നാണെങ്കിലും, പിന്നെ അതുപോലെ തന്നെ നമുക്കറിയാം റഷ്യൻ സാഹിത്യത്തിൽ നിന്ന് എനിക്ക് വളരെയധികം ആത്മീയമായ അറിവുകൾ പ്രാപിക്കേണ്ട ഡോസ്റ്റോവ്സ്കിയുടെ കൃതികൾ കൂടെയാണെങ്കിലും ടോൾസ്റ്റോയുടെ കൃതികൾ കൂടെയാണെങ്കിലും അങ്ങനെ മറ്റും പറഞ്ഞ് ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല. ഇങ്ങനെയുള്ള ഈ വലിയ സാധ്യതകൾ മനുഷ്യൻ്റെ ഉള്ളിൽ സൃഷ്ടിച്ചത് സാത്താനാണെന്ന് വിശ്വസിക്കാൻ എനിക്ക് പ്രയാസമാണ്. അതുകൊണ്ട് മനുഷ്യൻ്റെ ഉള്ളിൽ സത്യത്തെപ്പറ്റി ദാഹം എവിടെയുണ്ടോ അവിടെയൊക്കെയും ദൈവികമായ മർമ്മം തന്നെയാണ് പ്രവർത്തിക്കുന്നതെന്ന് ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്നു. അത് എൻ്റെ ഈ സുഹൃത്തായ മാധവനും വിശ്വസിക്കുന്നു എന്ന് അറിയുന്നതിൽ ഞാൻ സന്തോഷിക്കും. അപ്പോൾ ഞാൻ പറയുന്നത്, ദോ എയിംഡ് അറ്റ് ക്രിസ്ത്യൻസ് വിത്ത് ബിബ്ലിക്കൽ ഇമേജറി, യുവർ ഇൻസൈറ്റ്സ് ആർ പ്രൊഫൗണ്ട്ലി സെക്യുലർ ആൻഡ് യൂണിവേഴ്സൽ, ആംപ്ലിഫൈഡ് ബൈ റിഫ്രഷിംഗ് സെക്യുലർ വിസ്ഡം. അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ കൂട്ടിച്ചേർക്കാനുണ്ട്. എൻ്റെ അനുഭവം കൂടെ ഞാൻ ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു ദൗത്യത്തിൽ പ്രയോജനപ്പെടുത്താറുണ്ട്. പല കാര്യങ്ങളും വ്യക്തമായി മനസ്സിലാക്കുവാൻ എന്നെ സഹായിച്ചത് വായന മാത്രമല്ല, അനുഭവങ്ങൾ കൂടെയാണ്. അതിന് യാതൊരു സംശയവുമില്ല. അതൊരു പക്ഷേ മാധവന് അത്ര വ്യക്തമായിട്ടില്ലായിരിക്കാം, അത് സാരമില്ല. പക്ഷെ അദ്ദേഹം അറിഞ്ഞിടത്തോളം എന്നെ അത്ഭുതപ്പെടുത്തുന്ന വിധത്തിലാണ്, വളരെ സന്തോഷിപ്പിക്കുന്ന വിധത്തിലാണ് ആശയങ്ങൾ അവതരിപ്പിച്ചു. ഇത് അവസാനമായിട്ട് അദ്ദേഹം പറയുന്നത്, ലാസ്റ്റ് സെൻറ്റൻസ്, സീയിങ് ദ റിയൽ സാക്രമെന്റ് ആസ് ഫീഡിങ് വൺ അനദർ ഈസ് ബ്യൂട്ടിഫുൾ. ഞാൻ കൊറിയയിൽ നിന്ന് പ്രാപിച്ച ഒരു കഥ ഉപയോഗിച്ചാണ് ആശയം അവിടെ അവതരിപ്പിച്ചിട്ടുള്ളത് എന്ന് ആ വീഡിയോ മുഴുവനായി കണ്ട ഏവർക്കും ബോധ്യമാകുന്നതാണ്. ഇതിന് പാരസ്പര്യം, ഞാൻ അടുത്ത ഒരു വീഡിയോയിൽ ലെൻറ്റ് എന്നത് പാരസ്പര്യതയുടെ അച്ചടക്കമായി വിശദീകരിക്കുന്ന ഒരു വീഡിയോ വരാൻ പോകുന്നു. അത് നിങ്ങൾ കാണുമ്പോൾ ഈ ആശയം കുറച്ചുകൂടെ വ്യക്തമാകും എന്ന് ഞാൻ കരുതുകയാണ്. അത് അദ്ദേഹത്തിന് വളരെ തൃപ്തിയായി. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഐഡിയ എന്ന് അദ്ദേഹം പറയുന്നു. പിന്നെ യേശു തന്നെ ഞാൻ സ്വർഗത്തിൽ നിന്ന് വന്ന അപ്പമാണ്, സകല ജാതിക്കും വേണ്ടിയുള്ള, മനുഷ്യജാതിക്ക് ആകമാനമുള്ള അവിടെ ആത്മീയമായി വിശപ്പടക്കാനുള്ള സ്വർഗത്തിൻ്റെ അപ്പമാണ്, ബ്രെഡ് ഫ്രം ഹെവൻ എന്ന ആശയം. അത് ഞാൻ നാലശബരിക്കാരൻ്റെ ഉപമയോട് ചേർത്ത് ചില ആശയങ്ങൾ വെളിപ്പെടുത്തിയതിൽ അദ്ദേഹം വളരെയധികം സന്തോഷം ഇവിടെ പ്രകടിപ്പിക്കുന്നുണ്ട്. He says it, the Good Samaritan parable embodies timeless action-oriented spirituality, countering our communities' desertification. അതായത് അദ്ദേഹം പറയുന്നത്, നമ്മുടെ എല്ലാ മതക്കൂട്ടങ്ങളും, ഹിന്ദുക്കളാണെങ്കിലും മുസ്ലിങ്ങളാണെങ്കിലും ക്രിസ്ത്യാനികളാണെങ്കിലും, വെറും ഈ മണലാരണ്യത്തിൻ്റെ വൈകാരികമായ മണലാരണ്യത്തിൻ്റെ അനുഭവമാണ്. ഒന്നും ചെയ്യാതെ ഇങ്ങനെ ഉണങ്ങി ശുഷ്കിച്ച് ഈ ഉണങ്ങി വരണ്ട് ഒക്കെ ഇരിക്കുകയാണ്. ആ ഒരു അവസ്ഥയ്ക്ക് വലിയ മാറ്റം വരുത്തുവാൻ ഇപ്രകാരമുള്ള വെളിപ്പെടുത്തലുകൾ നമ്മെ സഹായിക്കുമെന്നാണ് അത്. ഈ സംബന്ധിച്ച് ഒന്ന് രണ്ട് കാര്യം കൂടി ഞാൻ പറഞ്ഞുകൊണ്ട് ദയവായി ഇതിൽ സഹകരിക്കും. ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത്, മാധവന് ഇപ്രകാരം മനോഹരമായും തൃപ്തികരമായും പ്രതികരിക്കാൻ അദ്ദേഹത്തെ സഹായിച്ചൊരു കാര്യം, അദ്ദേഹം ഈ വീഡിയോ ആദ്യം മുതൽ
അവസാനം വരെ ശ്രദ്ധാപൂർവം കണ്ടു എന്നതുകൊണ്ടാണ്. ഞാൻ പ്രത്യേകം എടുത്തു പറയാൻ കാര്യം, ബഹുഭൂരിപക്ഷം ആളുകളും ഒരു വീഡിയോയുടെ ഇപ്പോൾ 20 മിനിറ്റ് അല്ലെ 25 മിനിറ്റ് ഒരു വീഡിയോ കാണുന്നത് 4 മിനിറ്റ് 5 മിനിറ്റാണ്. സമയമില്ല, എൻ്റെ വാലിൽ തീ കത്തുന്നേ, എൻ്റെ വാലിൽ തീ കത്തുന്നേ എന്ന് പറഞ്ഞ ആളുകൾ ഇങ്ങനെ ഓടി നടക്കുക. അങ്ങനെയുള്ളവർക്ക് ഒരിക്കലും അർത്ഥപൂരിതമായി അർത്ഥഗാംഭീര്യമായി പ്രതികരിക്കാൻ സാധ്യമല്ല. അവരൊരിക്കലും ഒരു ആശയത്തെ ഉൾക്കൊള്ളുവാൻ ഇടവരികയില്ല. അവർ കാണുന്നതും കാണാത്തതും ഒന്നുപോലെയാണ്. എനിക്കുകൊണ്ട് എല്ലാവരോടും പറയാം, നിങ്ങൾ കണ്ടില്ലെങ്കിലും സാരമില്ല. ഇപ്പം എൻ്റെ വീഡിയോകൾ ഞാനിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ പറ്റി പണ്ടൊരു വീഡിയോ ഇട്ടപ്പോൾ 1,50,000 പേര് കണ്ടു. യേശുക്രിസ്തുവിൻ്റെ ഏറ്റവും മനോഹരമായ അത്ഭുതവഹമായ പഠിപ്പീരിനെ പറ്റി ഒരു വീഡിയോ ഇട്ടാൽ ഒരു കൂടിപ്പോയാൽ 300 പേര് കാണും. അപ്പോൾ രാഹുൽ മാങ്കൂട്ടവും യേശുക്രിസ്തുവും തമ്മിൽ ഒരു മത്സരം ക്രിസ്ത്യാനികളുടെ നടന്നാൽ യേശു പരാജയപ്പെട്ടു, അതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് എത്ര പേര് കണ്ടുവെന്നത് എനിക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷെ കാണുന്നവർ ദയവായി ആദ്യം മുതൽ അവസാനം വരെ ശ്രദ്ധാപൂർവം ഇത് കാണുകയും ഇതിലെ ആശയങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുകയും. പലരും പ്രതികരിക്കുന്നത് ആശയങ്ങൾ മനസ്സിലാകാതെയാണ്. ഇത് കാണുമ്പോൾ എൻ്റെ മനസ്സിൽ വളരെയധികം സങ്കടം തോന്നാറുണ്ട്. അത് ഒന്നാമത്തെ എനിക്ക് പറയാം. എനിക്ക് മാധവനോടുള്ള എൻ്റെ കൃതജ്ഞത ഞാൻ അറിയിക്കുകയാണ്. ഒരു വീഡിയോ പൂർണ്ണമായി കണ്ട് ആശയങ്ങൾ സംഗ്രഹിച്ച് അതിനെപ്പറ്റി ചിന്തിച്ച് വ്യക്തമായി പ്രതികരിക്കാൻ കൂട്ടാക്കുന്നതിൽ ഞാൻ വളരെയധികം കൃതജ്ഞത പ്രകടിപ്പിക്കുന്നു. താങ്കളോടുള്ള എൻ്റെ കടമ വളരെ വലുതാണ്. രണ്ടാമതായി, അദ്ദേഹം വളരെ വ്യക്തമായി വെളിപ്പെടുത്തുന്ന ഒരു കാര്യം ക്രിസ്ത്യാനികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിരുന്നു. അതായത് യേശുവിൻ്റെ എല്ലാ ആശയങ്ങൾക്കും സർവലൗകികമായ പ്രസക്തിയുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, യേശു വന്നതൊരു മതം സ്ഥാപിക്കാനല്ല, മനുഷ്യൻ്റെ അവസ്ഥയിൽ സംഭവിച്ചിരിക്കുന്ന ഭീകരമായ തകർച്ചയിൽ നിന്ന് അവനെ വീണ്ടെടുത്ത് കുഴഞ്ഞ ചേറ്റിൽ നിന്ന് അവനെ കരയേറ്റുവാനും മനുഷ്യത്വത്തിൻ്റെ മാഹാത്മ്യത്തിലേക്ക് അവനെ വഴി നടത്തുവാനുമാണ്. അങ്ങനെയാകുമ്പോൾ മനുഷ്യനെ ദൈവം സ്വന്തം രൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു എന്ന വേദപുസ്തകത്തിൻ്റെ ആദ്യ ഭാഗത്തെ വെല്ലുവിളി നിറഞ്ഞിരിക്കുന്ന വെളിപ്പെടുത്തൽ ഏതാണ്ട് ഒരു യാഥാർത്ഥ്യമായി തീരും. അത് തന്നെയാണ് എന്നൊരു ബോധ്യം മനുഷ്യരെ കണ്ടാൽ ഉളവാകാനുള്ള സാധ്യത അപ്രകാരം മാത്രമേ ഉണ്ടാകുകയുള്ളൂ എന്നതാണ് യേശുക്രിസ്തുവിനെ പറ്റി എൻ്റെ മനസ്സിൽ ആദ്യമേ ഉണ്ടായ ചിന്ത. എനിക്ക് ഒരു 15-16 വയസ്സുള്ളപ്പോൾ ഒരിക്കലും ഞാൻ ജീവിതത്തിൽ ഒരിക്കലും യേശുക്രിസ്തുവിനെ ക്രിസ്ത്യാനികളുടെ സ്വകാര്യ സ്വത്തായി കണ്ടിട്ടില്ല. ഞാൻ യേശുക്രിസ്തുവിനെ വിലമതിച്ചിട്ടുള്ളത്, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമെന്ന് പറഞ്ഞ ക്രിസ്തു, ഞാൻ വഴിയും സത്യവും ജീവനും എന്ന് പറഞ്ഞ ക്രിസ്തു. വഴിക്ക് എന്ത് മതമാണ്? സത്യത്തിനെന്ത് മതമാണ്? ജീവൻ എന്ത് മതമാണ്? മനുഷ്യത്വത്തിൻ്റെ മാഹാത്മ്യം പ്രാപിപ്പാനുള്ള വഴിയായി ഞാൻ വന്നിരിക്കുന്നു. മനുഷ്യനായാൽ ഇങ്ങനെ ആയിരിക്കണം, ഇതാണ് മനുഷ്യത്വത്തെ അളക്കേണ്ട മാനദണ്ഡം, അളവുകോൽ എന്ന വിധത്തിലാണ് യേശു അറിഞ്ഞതും അറിയിച്ചതും പ്രവർത്തിച്ചതും തൻ്റെ ദൗത്യം പൂർത്തീകരിച്ചതും എന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം പകൽ പോലെ സ്പഷ്ടമാണ്. എന്നാൽ ക്രിസ്ത്യാനികൾ കാണിച്ച അപരാധം എന്താണെന്ന് ചോദിച്ചാൽ, അവർ യേശു ക്രിസ്തുവിനെ ഒരു സ്വകാര്യ സ്വത്തായി വളച്ചൊടിക്കുകയും തുച്ഛീകരിക്കുകയും ചെയ്ത് യേശു ക്രിസ്തുവിൻ്റെ സാർവലൗകികമായ ദർശനത്തെ തികച്ചും കുഴിച്ചുമൂടി എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അതുകൊണ്ടാണ് ഇന്ന് ക്രിസ്ത്യാനികൾ വെറും അല്പത്തരത്തിൻ്റെ അടിമകളായി മാത്രം സ്ഥിതി ചെയ്യുകയും മറ്റെല്ലാ മതവിഭാഗക്കാരോടും തുലനം ചെയ്യുമ്പോൾ വെറും അല്പത്തരത്തിൻ്റെ അവസ്ഥയിൽ അപഹാസ്യമായൊരവസ്ഥയിലേക്ക് താണുപോകാനിടയ കാര്യം നാം യേശു ക്രിസ്തുവിനെ ഇപ്രകാരം കൊച്ചാക്കുകയും ഒഴിച്ചുമൂടുകയും ചെയ്തതുകൊണ്ടാണ്. നാം യേശു ക്രിസ്തുവിനെ അറിഞ്ഞിട്ടില്ല. ഈ ലെന്റ് കാലത്തെങ്കിലും ദയവായി മനസ്സിലാക്കുക. ലൗദോക്യ സഭയുടെ ഗേറ്റിന് വെളിയിൽ യേശു ക്രിസ്തുവിനെ നിർത്തിയിരിക്കുന്നു. ഇപ്പൊ നമ്മൾ അതുപോലും അനുവദിക്കത്തില്ല. ഗേറ്റ് വന്നാൽ നമ്മൾ കല്ലെറിഞ്ഞ് ഓടിക്കും. ആ അവസ്ഥയിലാണ്. ഈ ഒരു അസത്യത്തിൻ്റെ അടിമത്വത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കാതെ നമുക്കൊരു ചുവട് മുൻപോട്ട് പോകാൻ സാധ്യമല്ല. അത് 2026 ലെൻറ്റിലെങ്കിലും അപ്രകാരം ഒരു ബോധവൽക്കരണം ഉണ്ടാകട്ടെ എന്ന പ്രത്യാശയിലാണ്, ലക്ഷ്യത്തിലാണ് ഞാൻ ഈ ഒരു പങ്ക്തി അല്ലെങ്കിൽ സീരീസ് ആരംഭിച്ചത്. അതിൻ്റെ അർത്ഥം ക്രിസ്ത്യാനികൾ ആരും തന്നെ തിരിച്ചറിയുന്നില്ല എങ്കിലും
അറിയാതെ ക്രിസ്തുവിനെ മാനിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ മാധവന് അത് മനസ്സിലായി എന്നതിൽ ഞാൻ അതീവമായി സന്തോഷിക്കുന്നു. ഈ നോമ്പ് കാലം എല്ലാവരുടെയും ആത്മീയമായ വളർച്ചയുടെ കാലഘട്ടമാകട്ടെ. വളർച്ചയിൽ കൂടെ മാത്രമേ വിടുതലുള്ളൂ. വിടുതലിൽ കൂടെ മാത്രമേ മനുഷ്യൻ യഥാർത്ഥ സ്വാതന്ത്ര്യം കൈവരിക്കുന്നുള്ളൂ. ആ സ്വാതന്ത്ര്യമില്ലാത്തവർ മനുഷ്യത്വത്തിൻ്റെ 4 അയലത്ത് വരുവാൻ സാധ്യതയുള്ളവരല്ല. അതുകൊണ്ട് 2026 ആണ്ടിലെ നോമ്പ് വിടുതലിൻ്റെയും മനുഷ്യത്വത്തിലേക്കുള്ള തീർത്ഥയാത്രയുടെയും ഒരനുഭവമായി തീരട്ടെ. ആ വിധത്തിൽ, ആ വെളിച്ചത്തിൽ മാധവൻ ഈ പങ്ക്തിയെ അനുഭവിക്കുകയും പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്നു എന്നറിയുന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു. അദ്ദേഹത്തോടുള്ള കൃതജ്ഞത ഒരിക്കൽ കൂടെ ആവർത്തിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും എൻ്റെ നമസ്കാരം.